എന്തോ ഒരു അരൂപിയിലൂടെ ഞാൻ കുറേ നയിച്ചു. ഒരു ഐസിയിൽ കിടത്തിയിട്ട് ഒരു പച്ചയായ ഒരു ജലാശയം, ഒരു പച്ച സ്ഥലത്ത് ഞാൻ ഉറങ്ങുകയാണ്. എനിക്ക് ഐസിയിൽ കിടക്കുന്നവരോ എനിക്ക് യേശുവിനെ പറ്റിയോ പ്രാർത്ഥനയെ പറ്റിയോ ഒന്നും ഒരു ബോധ്യമില്ലാത്ത ആളാണ്. ഇവള് ഭാര്യ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന വെച്ച് ഞാനതിന് അന്ന് എനിക്ക് കിട്ടിയ ബോധ്യങ്ങളാണ് ഈ ഞാൻ മരിച്ചു കിടക്കുകയാണ്, എന്നെ പച്ചയായ സ്ഥലത്തു കൂടെ കൊണ്ടുപോകുക. അന്ന് എനിക്ക് വചനം കാര്യങ്ങളൊന്നും അറിയില്ല. അതിന്ന് 23-ാം സങ്കീർത്തനത്തിലാണ് അത് പറയുന്നത്. അന്ന് ആ മരണത്തോട് താഴ്വര നടന്നാലും എനിക്കത് സംഭവിക്കില്ല എന്ന് പറഞ്ഞൊരു വചനം. അങ്ങനെ അങ്ങനെ പോയി റെസ്റ്റ് കഴിഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞു. 14 ഉറുപ്പ്യാണ്, 3000 ഉറുപ്പ്യ ഉണ്ട്, എല്ലാം കഴിഞ്ഞു. ഡോക്ടർ ആരും തിരിഞ്ഞു നോക്കില്ല. 4 നേരം വരും എൻ്റെ അടുത്തേക്ക്. പക്ഷെ വന്നാലും ഇവർക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല, കൈ പിടിച്ച് നടത്തണം. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇവർ മൂത്രം ഒഴിക്കുകയാണ്, നല്ല ചോരയാവും ഇങ്ങനെ പോയിരുന്നുകൊണ്ടിരിക്കുക. ഈ ഒരു സമയത്ത് ഇത് ക്യാൻസർ ഭേദപ്പെടുകയല്ലോ ചെയ്തത്, ജസ്റ്റ് ഒരു ഓപ്പറേഷൻ അതിന്റെ ഇടയിൽ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മൂത്രം ബ്ലഡ് കളർ മാറി, പിന്നെ ഡോക്ടർ ഒഴിക്കണതൊക്കെ ചോരയായിരുന്നു. പിന്നെ ഒരാൾ ഞാനും അമ്മയൊക്കെ പിടിച്ചിട്ടാണ് ബാത്റൂമിലേക്ക് കൊണ്ടുപോകലും പിന്നെ കൊണ്ടുവരലൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ പുറത്തന്നെ ബാത്റൂമൊന്നുമില്ല, പുറത്തങ്ങനെ ആ കാലത്ത് അങ്ങനെ ആയിരുന്നു. പുറത്തപ്പോൾ മറയൊക്കെ കെട്ടിയിട്ടാണ് മൂത്രമൊഴിക്കാനൊക്കെ പോകാം. മറ കെട്ടിയ അവിടെ പോയി നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ചോര മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരിങ്ങനെ ഭയങ്കര അസ്വസ്ഥതയായിട്ട് ഇങ്ങനെ തീരെ പണിയെടുക്കാനും വയ്യ, നടക്കാനും വയ്യ, മരിച്ചു എന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്. ഞങ്ങളെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച് നിന്നതാണ് സമയം. ഈ ഒരു സമയത്ത് എനിക്കൊന്ന് മൂത്ത മോൾക്ക് ഇച്ചിരി ഒരു ഓർമ്മയുണ്ട്, നല്ലതുപോലെ ഓർമ്മയുണ്ട് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള. അപ്പം മോള് നമ്മളോടൊപ്പം ഉണ്ട്, നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു. അന്ന് ഞങ്ങൾ 3 മക്കളാണ്. പിന്നെ ഞാൻ അന്ന് 5th-ന്ന് 6ാം ക്ലാസ്സിക്ക് ജയിച്ച സമയമൊക്കെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഇങ്ങനെ ആശുപത്രിക്കൊക്കെ പോകും. അപ്പം അന്ന് ആരും പൈസയൊന്നും കൊടുക്കാനില്ലാത്ത സമയമാണ്. പിന്നെ അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ആശുപത്രിക്കൊക്കെ പോയി വരും. എന്നിട്ട് പറയാം അച്ഛൻ, എന്തിനാ ഞാൻ ഈ ജീവിക്കണത്, എനിക്കാരുമില്ലല്ലോ, സഹായിക്കാനും ആരുമില്ല, ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും എത്ര മരുന്ന് കൊടുത്താലും അന്ന് മാറില്ല, അങ്ങനെയൊക്കെ പറയണ അവസ്ഥയായിരുന്നു. കുഞ്ഞു കുട്ടികളല്ലേ ഞങ്ങൾ, 3 മക്കളാണ്. അപ്പം ഞാനാണ് മൂത്തത്. അതിൻ്റെ താഴെ 2 കുട്ടികളായിരുന്നു. അച്ഛനും പാലേക്കുന്ന സങ്കടം വരിക. അച്ഛനന്ന് ആസ്പത്രിക്ക് ആരും കൊണ്ടുവരും. അപ്പോൾ പറയും എവിടുന്നാ പൈസ, വീട്ടു ചിലവ്, കുട്ടികളെ നോക്കണം, മൺചട്ടി ഉണ്ടാക്കണം, ചട്ടി ഉണ്ടാക്കിയാലേ എനിക്ക് വിൽക്കാൻ കഴിയുള്ളൂ. അപ്പം അതിനൊന്നും അച്ഛന് കഴിയില്ലല്ലോ. പിന്നെ ഉണ്ടാക്കിയാൽ അമ്മയ്ക്ക് വിൽക്കാൻ അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അന്ന് ചിലവിന് ഇതിനൊക്കെ പൈസ വേണമല്ലോ. അതെന്നെ അന്ന് ബുദ്ധിമുട്ടിയിട്ടാണ് കഴിയുക. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ചട്ടികളൊക്കെ കൊണ്ട് വിൽക്കാനൊന്നും പോകാനും പറ്റില്ലല്ലോ, ആസ്പത്രിക്ക് പോവുക വരിക. അപ്പോൾ ഡോക്ടർമാർ എല്ലാവരും പറയും ക്യാൻസറിൻ്റെ അങ്ങനത്തെ അസുഖം വന്നാൽ പിന്നെ ആരും അങ്ങനെ മരുന്ന് എത്ര ചികിത്സിച്ചാലും ബാക്കിയാവില്ല. അപ്പോൾ പിന്നെ അച്ഛനൊരു ദിവസം ഞങ്ങളൊക്കെ തള്ളി ഒഴിവാക്കി റൂമിനകത്ത് കഥ അടച്ചാണ് നിന്നു. കഥ അടച്ച് നിന്നിട്ട് പറഞ്ഞു, ഇന്ന കുട്ടികളെ നോക്കിക്കോ, ഇന്നെ നോക്കണ്ടെന്ന് പറഞ്ഞു. അച്ഛനന്ന് വാതിലടച്ച് അകത്തേക്ക് പോയിട്ട് തൂങ്ങിയിരിക്കാനൊക്കെ പോയപ്പോൾ ഞങ്ങൾക്ക് അച്ഛൻ എന്ന് പറയുന്ന അച്ഛന് ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് പഠിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് അച്ഛനും മതി, അച്ഛനൊന്നും ഇതാക്കണ്ട, എങ്ങനെയും ഞങ്ങൾ അച്ഛനെ നോക്കി, അച്ഛനൊന്നും മരിക്കാൻ അതിനൊന്നും പോകണ്ട, നമുക്ക് കഴിയണമാരൊക്കെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ടന്ന് അങ്ങനെ അന്ന് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ മക്കളെ ഞാൻ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ എങ്ങനെ ആയാലും വേണ്ടില്ല, കഴിയണ പോലൊക്കെ നമുക്ക് ജീവിക്കാൻ പറഞ്ഞു. അച്ഛൻ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഞങ്ങളെ കൂട്ടിപ്പിടിച്ചു. പറഞ്ഞു നമുക്ക് എങ്ങനെയൊക്കെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ വലിയച്ഛൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ ഇങ്ങനെ പോവും. അപ്പോൾ പറഞ്ഞു, ആ വലിയച്ഛൻ ഇങ്ങനെ എപ്പോൾ പറയും നമുക്ക് പ്രാർത്ഥിക്കുക, ഡിവൈൻ ധ്യാന കേന്ദ്രത്തേക്ക് പോയാൽ അവിടെ ഇങ്ങനെ കുറേ ആൾക്കാർക്ക് അസുഖം പറഞ്ഞ് നമുക്ക് പോവുക, എല്ലാ വാതിലും അടഞ്ഞല്ലോ, ഇനി നമുക്ക് അതിലേക്ക് പോയിട്ട് ഒന്ന് നോക്കാം. അങ്ങനെ പോയി ഡിവൈനിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെയാണ്. പിന്നെ അച്ഛനിങ്ങനെ ഓരോ ഇതൊക്കെ ഇങ്ങനെ ആയി. അപ്പോഴും അച്ഛന് ഈ വിശ്വാസത്തേക്ക് വരണമെന്നാണ്. അപ്പം പിന്നെ പറഞ്ഞു, ഇനിയിപ്പോൾ ആ ദൈവം ഇതിൻ്റെ അസുഖം മാറുകയാണെങ്കിൽ ഞാനതിൽ ആ ദൈവത്തിന് വിശ്വസിച്ച് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് പ്രാർത്ഥനയിലും ഇതിനൊക്കെ അമ്മയും അച്ഛനും കൂടി അങ്ങനെ പോയത്.